ഹലോ ചോ ഹായ് നമസ്തേ. ഹരിശങ്കർ പ്രസാദ് ജിയുടെ ദവ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദവ എന്ന് പറഞ്ഞ വ്യംഗ്യമാണ്, സാറ്റയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഹരിശങ്കർ പ്രസാദ് ജിയുടെ ഒരു വ്യംഗ്യയുടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ജൂട്ടി പ്രശംസയാണ്. നമ്മൾ തെറ്റായ ഒരു പ്രശംസയെ കുറിച്ച് എങ്ങനെയാണ് വരുന്നതിലേക്ക് വരുമ്പോൾ മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കവികൾക്കും ലേഖകർക്ക് എന്താണ് തൻ്റെ രചന, താൻ എഴുതിയ രചനയൊക്കെ മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. സോ ഇതെന്താണ്, അത് അവരെ സംബന്ധിച്ച് നല്ല ആവേശം നൽകുന്ന ഒരു കാര്യമാണെങ്കിലും മറിച്ച് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ബോറടിയും അതൊക്കെയാണ് അല്ലെ, ഒരു മടുപ്പ് പോലെയും ചടപ്പ് പോലെയൊക്കെ ആയിരിക്കാം. സോ ഇതിന്റെ ഒരു ആക്ഷേപഹാസം കൂടിയാണ്, അതിന്റെ ഒരു സാറ്റയർ രൂപത്തിലാണ് അദ്ദേഹം ദവ എന്നൊരു പാഠഭാഗത്തിലേത്. നിങ്ങൾ പാഠഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ ഷോർട്ടായിട്ട് ആ പാഠഭാഗം പറഞ്ഞുതരാം. അതിന്റെ കോർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് തമാശ രൂപത്തിലാണ് അദ്ദേഹം ഈ ദവ എന്ന പാഠഭാഗം എഴുതിയിട്ടുള്ളത്. വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കിയല്ലോ. ദവ പ്രസിദ്ധ വ്യംഗ്യകാരായിട്ടുള്ള, പ്രസിദ്ധമായിട്ട് ഹിന്ദിയിലൊരു പ്രസിദ്ധനായിട്ടുള്ള വ്യംഗ്യകാരനായിട്ടുള്ള ആരാണ്? ഹരിശങ്കർ പ്രസാദ് की രചന തന്നെയാണ്. കഹാനി एक മരണാസന്ന കവി അനങ് ജി കെ ഈർദ് ഹിർദ് ഘൂംതി ഹെ. അദ്ദേഹത്തിലുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വ്യംഗ്യയാണ് അനങ് എന്ന് പറഞ്ഞ അദ്ദേഹം കവിയാണ്. സോ അദ്ദേഹം മരണക്കിടക്കയിലാണ്. ഡോക്ടറോനെ ഘോഷണ കർദി ഹി ക്യാ ഹെ. അദ്ദേഹം ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഉൻകെ പാസ് കേവൽ एक घंटा बचा है. അനങ് ജി എവിടെയാണ്? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഒരു മണിക്കൂറൊക്കെ അദ്ദേഹം മാക്സിമം ഇനി ജീവനോട് നിൽക്കത്തുള്ളൂ. സോ അദ്ദേഹം മരിക്കാറായിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പോഴാണ് യെസ് ഇൻകെ പാസ് സിർഫ് കേവൽ एक घंटे बचे हैं. അദ്ദേഹത്തിന്റെ അടുത്ത് 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ലേക്കിൻ അനങ് ജി കി പത്നി, പക്ഷെ അദ്ദേഹത്തിന് അനങ് ജിയുടെ വൈഫ് എന്താണ്? ചാഹത്തി ഹെ കി കിസി തരഹ്, ഏതെങ്കിലും ഒരു വഴിയിൽ എന്താണ് 5-6 മണിക്കൂർ ജീവിത് രഹേ താക്കി शाम की ट्रेन से आ रहे उनके बेटे से मिल सके. डॉक्टर इसे असंभव बताते हैं. क्या है? ഡോക്ടർ പറയാണ്, അദ്ദേഹത്തിന്റെ വൈഫ് ആഗ്രഹിക്കുവാണ്, അദ്ദേഹത്തിന്റെ വൈഫ് അനങ് ജിയുടെ വൈഫ് ആഗ്രഹിക്കുവാണ്. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ 1 മണിക്കൂറേ നിൽക്കത്തുള്ളൂ. അനങ് ജിയുടെ വൈഫ് ആഗ്രഹിക്കുവാണ് 5-6 മണിക്കൂറും കൂടി ഇദ്ദേഹത്തിന് അനങ് ജിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമോ? കാരണം എന്താണ്? വൈകുന്നേരത്തെ ട്രെയിനിൽ തന്റെ മകൻ വരുന്നുണ്ട്. 5-6 മണിക്കൂർ കഴിയും വരാൻ വേണ്ടിയിട്ട്. അതുവരെ ഇദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ സാധിക്കുമോ? മകൻ അച്ഛനെ അവസാനമായിട്ട് കാണാൻ ഒരു അവസരം ഡോക്ടേഴ്സ് ഒരുക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു മരുന്ന് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തൂ എന്ന് വൈഫ് ആഗ്രഹിക്കുവാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ക്യാ ഹെ ഡോക്ടർ ഇസ് അസംഭവ് കഹാ. ഡോക്ടർ എന്ന് പറഞ്ഞു ദിസ് ഈസ് ഇംപോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് ഇംപോസിബിൾ എന്ന് ഡോക്ടർ പറഞ്ഞു വിധി എഴുതി. ഇനി എന്തെങ്കിലും മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കോ? എല്ലാത്തിനും ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഒരു മിറാക്കിൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്, നമുക്കത് കാണാം. തബി അനങ് ജി കാ ഏക് മിത്ര ആത്താ ഹെ. അപ്പോഴാണ് അനങ് ജിയുടെ ഒരു സുഹൃത്ത് വരുന്നത്. അപ്പോഴെന്താണ് और ധവാ കർത്താ ഹെ കി ക്യാ ഹെ ധാവയാണ്, ഒരു പ്രസ്താവനയാണ് ധാവ എന്ന് പറയുന്നത്. ആ ധവാനെ ഇവിടെ ധാവയാണ്. അപ്പൊ എന്താണ്? സുഹൃത്ത് വന്നിട്ട് അതെന്താണ് ഒരു പ്രസ്താവന പറയാണ് കി വഹ് ഉന്നെ ജീവിത രഹ സക്താ ഹെ. അദ്ദേഹത്തിന് ജീവനോടെ സുഹൃത്ത് വന്നിട്ട് പറയാണ് എനിക്ക് ഇദ്ദേഹത്തിന് ജീവനോടെ നിർത്താൻ സാധിക്കുമെന്ന് സുഹൃത്ത് വന്നിട്ട് ഒരു ധാവയാണ്. ധാവ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വന്ന് പറയാണ്. അപ്പോഴെന്താണ്? വഹ് ജാൻതാ താ കി ഏക് കവി കെ ലിയേ സബ്സെ ബഡി ദവായ സഞ്ജീവനി എന്ന് പറയുന്നതാണ് ഉസ്കി അപ്നി കവിതായെ സുനാന ഹെ എന്നാണ്. സുഹൃത്തിന് അറിയായിരുന്നു ഒരു കവിയാണ് അല്ലെ, അനങ് ജി കവിയാണ്. ഒരു കവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രചനകൾ അദ്ദേഹത്തിന് തന്നെ കേൾപ്പിക്കുന്ന അദ്ദേഹത്തിന് അതൊന്ന് പുറത്തേക്ക് കാഴ്ചവെക്കുന്ന തന്നെയാണ് ഒരു രചയിതാവിനെ കുറിച്ച്, ഒരു കവിക്ക് സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് അദ്ദേഹത്തിന് സുഹൃത്തിന് അറിയാമായിരുന്നു. അപ്പോൾ സുഹൃത്ത് വന്ന് എന്ത് ചെയ്തു? മിത്ര അനങ് ജി സെ കഹത്താ ഹെ. സുഹൃത്ത് അനങ് ജിയോട് പറയാണ് ജാത്തെ ജാത്തെ അപ്നി സുരീലി ആവാസ് മേ കുച്ച് സുനാ ജായേ. പോകുന്ന വഴിക്കെന്നാണ്, താങ്കൾ എന്തായാലും മരിക്കാറായി അല്ലെ, താങ്കൾ സുരീലിക്കാ ഹെ, നല്ല മാധുര്യമുള്ള താങ്കളുടെ ശബ്ദം കൊണ്ട് കുറച്ചെന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് പാട്ട് നമ്മൾ കേൾപ്പിക്കൂ, താങ്കളുടെ രചനയൊന്ന് പാടി കേൾപ്പിക്കൂ, എന്നിട്ട് മരിച്ചാലും എന്ന് സുഹൃത്ത് ആവശ്യപ്പെടുവാണ്. യേ സുൻതേ ഹി ജോ കവി മർനെ വാല ഥാ ഉസ്മേ ഝാന ആ ജാത്തി എന്നാണ്. യെസ്, ഝാൻ ആ ജാത്തി ഹെ എന്നാണ് കവി മർനെ വാല ഥാ. ഇത് കവി മരിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ കവി എന്നാണ് ഇത് കേട്ടപ്പോൾ തന്റെ സുഹൃത്ത് വന്ന് പറയാണ്, കവിയെ സംബന്ധിച്ച് ഒരു സെൽഫ് ഒബ്സഷൻ തന്നെയാണ് അല്ലെ, ഒരു ആത്മനിർഭരത കൂടിയാണ്. കാരണം ഒരാൾ എന്നെ പ്രശംസിക്കുവാണ് എന്നൊരു കാര്യം. സോ കവി എന്നാണ് വളരെ എനർജറ്റിക്കലി ബിസ്തർ മേ ലേട്ടാ ഹുവാ കവി ബാഡ് ജാത്തെ ഹെ. കടന്ന കവി എന്താണ്? കിടക്കയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഊർജ്ജം കിട്ടുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഉസ്മേ ജാൻ ആ ജാത്തി ഹെ. അദ്ദേഹത്തിന് ഒരു ജീവൻ തന്നെ വരുവാണ്, ഒരു പുതിയ ജീവൻ തന്നെ വരുവാണ്. കാരണം ഒരു സുഹൃത്ത് വന്നിട്ട് തന്നെ ഇത്രയും പ്രശംസിക്കുമ്പോൾ ഒരു പുതു ജീവൻ തന്നെ കവിക്ക് വരുവാണ്. വേ കഹത്തെ ഹെ. അദ്ദേഹം പറയാണ്, അദ്ദേഹം എന്താണ് പറയുന്നത്? പ്രാർത്ഥന ഠാലി നഹി ജാ സക്തി. താങ്കളുടെ റിക്വസ്റ്റ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ റിക്വസ്റ്റ് രൂപത്തിലാണ് വരുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. താങ്കളുടെ റിക്വസ്റ്റ് അങ്ങനെ ബാക്കി വെച്ച് മരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ക്യാ ഹെ और अपनी कापी मांगकर कविता पाठ शुरू कर देते हैं. തന്റെ കോപ്പി എന്ത് ചെയ്യുന്നു? അലമാരയിൽ നിന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞു, തന്റെ നോട്ട്ബുക്ക് അലമാരയിൽ നിന്ന് എടുത്തു തരൂ, ഞാനത് എന്ത് ചെയ്യാം താങ്കൾക്ക് പാടി കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പാടാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഘണ്ടേ ബീജ് ജാത്തി ഹെ. 3ാമത്തെ പാരഗ്രാഫ്
പാരാഗ്രാഫാണ്, നോട്ട് ചെയ്തോളൂ. മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. ശ്യാം കോ ജബ് ബേട്ട ആത്ത ഹെ, വൈകുന്നേരം മകൻ വന്നപ്പോൾ ഏക് വിഡംബനാപൂർണ്ണ ദൃശ്യ ദിക്താ ഹെ എന്നാണ് പറയുന്നത്. വിഡംബന എന്ന് പറയുന്നതും സാറ്റാറിൽ തന്നെയാണ്. ഓക്കെ, സാറ്റാറിൽ തന്നെയാണ്, ആക്ഷേപഹാസ്യം തന്നെയാണ്. എന്താണ് ആ ഒരു ആക്ഷേപഹാസ്യം? ജിസ് പിതാ ക്യാ ജിസ് പിതാ, ആ കവി എന്താണ്? മരനേക്കാ ഡർത്ത, മരിക്കാൻ പോയ ഒരാളാണ്. വേ മജേസെ കവിത പഠ രഹേ, അദ്ദേഹം എന്താണ്? എൻജോയ് ചെയ്തിട്ട് കവിത പാടുകയാണ്. ലേക്കിൻ ഉനിക്ക് കവിത സുനത്തെ ക്യാ ഹെ, അദ്ദേഹത്തിന്റെ കവിത കേട്ട് വഹ് ബലാ മിത്ര, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ച ആ സുഹൃത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ബല ആഗ്രഹിച്ച ആ സുഹൃത്ത് എന്ത് പറ്റി? ജോ ഉനെ ജീവിത് രഖ്നെ കെ ലിയെ ആയാ താ, കവിയെ ജീവിപ്പിക്കാൻ വേണ്ടി വന്ന ആ സുഹൃത്തിന് എന്ത് പറ്റി? ഓക്കെ, ബോറിയത് और बोर होके और तखान से मर चुका है, ബോർ അടിച്ചിട്ടും ക്ഷീണിച്ചിട്ടും എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് ഈ കാട്ട് ഇത്രയും മണിക്കൂറുകളും കേട്ട് അദ്ദേഹത്തിന് എന്താണ്? മരിച്ചു പോയിട്ടുണ്ട്. ബോറടിച്ച് ക്ഷീണിച്ച് എന്ത് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്താണ്? ആ ഒരു സുഹൃത്ത് മരിച്ചു കാഹേ. ഓക്കെ, കവി എന്താണ്? ജീവനോടെ നിൽക്കുകയും ഈ പാട്ട് കേട്ടിട്ട് കവിയോട് പാട്ട് പാടൂ, നിങ്ങളെ ജീവിപ്പിക്കാമെന്ന് റിക്വസ്റ്റ് ചെയ്ത സുഹൃത്ത്, അദ്ദേഹത്തിന് നല്ലത് ആഗ്രഹിച്ച സുഹൃത്ത് മരിച്ചുപോയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യംഗ്യ? ഇതൊരു വ്യംഗ്യമാണ്, ഇതൊരു സാറ്റയർ. എന്താണ് ചിത്രീകരിക്കുന്നത്? ദർശാത്ത ഹെ കി രചന സുനാനെ കാ മോഹ് മൃത്യു की भी ढाल सकता है. बोलो क्या है? यस, आप देख सकते हैं, भले ही सुनने वाला ऊब कर मर जाए. യെസ്, സോ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ രചന നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യംഗ്യമാണ്, ഒരു സാറ്റയർ ആണ്. ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ പറയുന്നല്ലോ. क्या है आप देख सकते हैं, രചന क्या है सुनाने का मोह मृत्यु का भी ढाल सकता है. ആ രചന കേൾക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന് എന്താണ്? മരണത്തിലേക്ക് നയിച്ചതും. അതുപോലെ തന്നെ ഭലേ ഹി സുന്നെ വാല ഊബ് കർ മർ ജായേ എന്നതാണ്, കേട്ട ആൾക്ക് മരണം സംഭവിച്ചൊരു കാര്യത്തെ ഒരു വ്യംഗ്യ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ധവ എന്ന് പറഞ്ഞ മെഡിസിൻ എന്ന് പറഞ്ഞത്, ഒരു മെഡിസിൻ കൊണ്ടുവന്ന ആൾ മരിച്ചുപോയതും മരിച്ചെന്നാണ്. അത് ആ മെഡിസിൻ എഫക്റ്റ് ആയത് ആർക്കാണ്? നമുക്ക് കണ്ടിട്ടുണ്ട്, കവിക്കാണ്. കവിയെ സംബന്ധിച്ച് ഒരു രചയിതാവ് അല്ലെങ്കിൽ ഒരു ലേഖകനെ സംബന്ധിച്ച് തൻ്റെ രചന, മഹത്തരമായിട്ടുള്ള സൃഷ്ടി മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത്, മറ്റൊരാൾ അത് കേൾക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഒരു രചയിതാവ് അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ച് അതൊരു വളരെ മഹത്വപൂർണ്ണമാണ്. മറിച്ച് അത് കേട്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു ബോറടിയുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്ന ഒരു വ്യംഗ്യമാണ്, ഒരു സാറ്റയർ ആണ്. നിങ്ങൾ ആ ഒരു രസകരമായിട്ട് ആ ഒരു രസകരമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് എന്തായാലും നിങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് ഒരു അഡ്വർടൈസ്മെന്റ് ആഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഒരു വിജ്ഞാപനം എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു പാഠഭാഗത്ത് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമ്മുടെ ബാച്ചിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. റെഡി വെച്ചോ. സോ ഈ ഒരു പാഠഭാഗത്തിന് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജിമ്മൻ സാർ എജുപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ എന്താണ് ഫോൺ നമ്പർ, അതുപോലെ തന്നെ ക്ലാസ് +2 അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ് എന്നുള്ള 12th ഇട്ടാൽ മതി. ഓക്കെ, നെയിമും നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് അയച്ചു തന്നാൽ നമ്മളെ മെൻറ്റേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ദവ എന്ന മെഡിസിൻ, ദവ എന്ന് ജസ്റ്റ് എൻ്റെ എന്ത് ചെയ്താൽ മതി. യെസ് സിർഫ് യെസ് ദവ എന്ന് എന്ത് ചെയ്താൽ മതി, എൻ്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. WA बोल सकते हैं आप, DW. ओके, DAWA आप लिख दो, DAWA दवा आप लिख दो और मेरे कमेंट बॉक्स में എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ജസ്റ്റ് ദവ എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെന്താണ് ഹിന്ദിയും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം വേർഷനും നമ്മളടുത്ത് റെഡിയാണ്. മലയാളം വേർഷനും ഹിന്ദി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ നല്ല രീതിയിൽ പഠിക്കൂ, എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യൂ. ഹിന്ദിയിൽ എന്തായാലും A+ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സോ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. तो बच्चों अच्छे से पढ़ लो और व्यंग्य आइटला हरिशंकर प्रसाद जी का जो व्यंग्य हमने अच्छी तरह से समझ लिया. तो बच्चों मिलते हैं अगली वीडियो में, तब तक के लिए एक अनोखा ताजा सेशन के साथ मैं आऊंगा. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.